ഇവിടെ കുചേലനെ അവതരിപ്പിക്കുന്ന വേളയിൽ വിശിഷ്യ അദ്ദേഹത്തിനൊരു പേര് പറയാൻ ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പേര് വലുതായിട്ട് ചിത്രീകരിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ചില പേരൊക്കെ പറഞ്ഞ് ചേർത്ത് വെക്കുന്നുണ്ട്. അതവിടെ വിട്ടേക്ക്, ആ പേര് ഇവിടെ പ്രസക്തം അല്ല. ഇവിടുത്തെ പേര് കുചേലൻ എന്ന് തന്നെയാണ്. അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേറൊരു പേര് അവിടെ ചേർത്തില്ല. പിന്നെ ഈ ഭഗവാന്റെ കൂട്ടുകാരന്മാരിൽ ചിലരുടെ പേരുള്ളത് കൊണ്ടും ആ പേര് ഇവിടെയും കൊണ്ടുവന്ന് ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. കുചേലൻ എന്ന പേര്, ആ പേരിന്റെ അർത്ഥം എന്താ? ഏത്? കുചേലൻ എന്ന് പറഞ്ഞാൽ ചേല എന്ന് പറഞ്ഞാൽ വസ്ത്രം, കുചേലൻ എന്ന് പറഞ്ഞാൽ ദുഷിച്ച വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രം. മനസ്സിലായില്ലേ? മുഷിഞ്ഞ വസ്ത്രത്തോട് കൂടിയവൻ. അപ്പൊ മുഷിഞ്ഞ വസ്ത്രത്തോട് കൂടിയവൻ സുചേലനായി മാറുന്നു എന്നാണ് കുചേല സ്ഥിതി. മനസ്സിലായി? മുഷിഞ്ഞ വസ്ത്രത്തോട് കൂടിയവൻ സുചേലൻ. സുചേലൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ചേലയായി മാറുന്നു. അതിൻ്റെ അർത്ഥം പുറമേ ഉടുത്തിരിക്കുന്ന മുണ്ട് അഴുക്ക് പറ്റിയപ്പോൾ മാറ്റിയിട്ട് പുതിയ ഓണക്കോടി മേടിച്ച് കൊടുത്തു എന്നുള്ളതല്ല. ഇവിടെ ചേല എന്നതിന് ഇതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ ഗോപികാ വസ്ത്രാപകരണ കഥയുടെ തത്വത്തെയും കേട്ടവരാണ് നമ്മൾ. ആ ബോധം ഇവിടെ ചേർത്തോണ്ട് വേണം. മനസ്സിലായി? 1-ാം ക്ലാസ്സിൽ പഠിച്ചത് മുഴുവൻ കളഞ്ഞിട്ടല്ല 2-ാം ക്ലാസ്സിൽ പഠിക്കേണ്ടത്. 2-ാം ക്ലാസ്സിൽ പഠിച്ചത് മുഴുവൻ കളഞ്ഞിട്ടല്ലല്ലോ 3-ൽ പഠിക്കുന്നതാണോ? 1-ാം ക്ലാസ്സിൽ പഠിച്ച ബോധവും 2-ാം ക്ലാസ്സിൽ പഠിച്ച ബോധവും ചേരുമ്പോഴാണ് 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകം മനസ്സിലാവുന്നത്. അല്ലേ? 3-ാം ക്ലാസ്സിലെയും 4-ാം ക്ലാസ്സിലെയും കൂടെ ചേരുമ്പോഴാണ് 5-ാം ക്ലാസ്സിലെ പാഠപുസ്തകം മനസ്സിലാവുന്നത്. ആണോ അല്ലയോ? ആ ബോധം കൂടെ ചേർക്കണം. അപ്പോ ഗോപികാ വസ്ത്രാപകരണ ലീലയിൽ ഭഗവാൻ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പഠിപ്പിച്ചു. എന്ത് വസ്ത്രം? ശരീരമാകുന്ന ദേഹബോധമാകുന്ന വസ്ത്രം. ആ വസ്ത്രമാണ് ഇവിടെയും കുചേലനിലും അർത്ഥപൂർണമാകുന്നത്. എങ്ങനെയാണ് കുചേലൻ എന്ന് പറയാൻ കാരണം? ഭഗവാനെ നേടാത്ത ശരീരം, മനസ്സിലായില്ലേ? മുഷിഞ്ഞ വസ്ത്രമാണ്. ഇവിടുത്തെ ശുദ്ധി എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, അല്ലാതെ അഴുക്കല്ല. ദാരിദ്ര്യം കൊണ്ട് പുതിയ തുണിയില്ലാത്തതുമല്ല. കുചേലന്റെ ദാരിദ്ര്യമല്ല ഇവിടുത്തെ വിഷയം. ദാരിദ്ര്യം പോയി കുചേലന് സമ്പത്ത് കിട്ടിയതാണ്, കുചേല സംഗതി എന്ന് ധരിച്ചതാണ് നമുക്ക് പറ്റിയ അബദ്ധം. സമ്പത്ത് കിട്ടിയതല്ല സദ്ഗതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടാറ്റായും അംബാനിയും അദാനിയും ഒക്കെയാണ് ഏറ്റവും വലിയ സദ്ഗതിക്കാരെന്ന് പറയേണ്ടി വരില്ലേ? പണം ഉള്ളതാണ് സദ്ഗതിയെങ്കിൽ ഈ നാട്ടിലെ സമ്പന്നന്മാരൊക്കെ സദ്ഗതി കിട്ടിയവരാ. അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക്? പണം ഇല്ലാത്തവരൊക്കെ അധോഗതിക്കാരാന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? പണം കൊണ്ട് ചിലപ്പോൾ അധോഗതിയായിരിക്കാം, പണം കൊണ്ട് മറ്റൊരു ഉയർത്തിലുമായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഭഗവാനെ നേടുന്ന വിഷയത്തിൽ അതല്ല. നമുക്ക് നേടേണ്ട ആഗ്രഹമുള്ള സാധനം ഭഗവാനോട് ചേർത്ത് വെച്ച് കഥയുണ്ടാക്കരുത്. നമുക്ക് പണത്തിനോട് ആർത്തിയുണ്ട്, അതുകൊണ്ട് ഭഗവാന്റെ സമ്പത്ത്, കൃഷ്ണനെ അവിടെ കുചേല സമ്പത്ത് വന്നപ്പോൾ അവിടെ വെച്ച് നമ്മൾ കഥ കണ്ടിട്ട് ഇങ്ങനെ പോയി. നമുക്ക് വേണ്ടതുവരെ കണ്ടിട്ട് നമ്മളതിൻ്റെ പൂർണ്ണമായും ഭാഗവതം എവിടെയാണോ നമ്മളെ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അവരെത്താതെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് പറയാണ് ഇതാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അവിടെയാണ് വ്യത്യാസം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഭഗവാനെ നേടാത്ത ശരീരം മുഷിഞ്ഞ ചേലയാണ്. അപ്പൊ മുഷിഞ്ഞ ചേലയുമായിട്ട് നടക്കുന്നവരാണ് നമ്മളൊക്കെ, അല്ലേ? ആ അർത്ഥത്തിൽ നോക്കിയ നമ്മളൊക്കെ ആരാ? കുചേലനാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? സുചേലൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനെ നേടിയ ശരീരം. ഭഗവാനെ നേടുന്നതോടുകൂടി ആ ശരീരത്തിന് ആന്തരികമായും ബാഹ്യമായും പിന്നെന്തില്ല? മാലിന്യമില്ല. ഭഗവാനെ നേടുന്ന കാലം വരെയും നമ്മളിൽ വികാരങ്ങളാകുന്ന മാലിന്യങ്ങളുണ്ട്, അല്ലേ? സാർത്ഥതയാകുന്ന മാലിന്യങ്ങളുണ്ട്, അജ്ഞാനമാകുന്ന മാലിന്യങ്ങളുണ്ട്. മാലിന്യം നിറയുമ്പോഴല്ലേ വസ്ത്രം മുഷിഞ്ഞതെന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ എടുത്തോണ്ട് വന്ന ആ വസ്ത്രം മുഷിഞ്ഞു എന്ന് പറയുന്നത് എപ്പോഴാണ്? അതിൽ മാലിന്യങ്ങൾ ചേർന്നപ്പോഴാണ്. അപ്പൊ അതുപോലെ ശരീരത്തിൽ അജ്ഞാനം, അതുപോലെ തന്നെ അഹന്ത, അതുപോലെ തന്നെ പലതരത്തിലുള്ള സാർത്ഥത, കാമനകള്, വികാരങ്ങളാകുന്ന, അല്ലേ? ഈ മുഴുവൻ ചേർന്ന് നിൽക്കുമ്പോൾ അത് മലിനമാണ്. അതാണ് കുചേലൻ എന്ന തത്വം. അതിൽ നിന്ന് മുക്തമാകുന്ന എപ്പോഴാ? അകവും പുറവും തെങ്ങും മഹിമാവാർന്ന നിന്റെ പദം എന്ന് പറയുന്നത് അകത്തും പുറത്തും ഈശ്വരഭാവം വന്നു ചേരുമ്പോഴാണ്. അപ്പൊ അതാണ് സുചേലൻ. അപ്പൊ കുചേലനെ സുചേലനാക്കുക. ഈ ബോധം മനസ്സിൽ സൂക്ഷിച്ചിട്ടാണ് അകത്തോട്ട് കയറേണ്ടത്. ഇവിടെ ഭഗവാന്റെ ദാമ്പത്യത്തിന്റെ മറുഭാഗമാണ് കുചേലന്റെ ദാമ്പത്യം. ഭഗവാന് വിവാഹം കഴിച്ചു, കുടുംബസ്ഥനായി, കുചേലനും പോയി വിവാഹം കഴിച്ചു, ഇനി ഒരുമിച്ച് പഠിച്ചതിന് ശേഷം. ഇനി അടുത്തൊരു ചോദ്യം, ഭഗവാനെ ദർശിച്ചതോടുകൂടി കുചേലന്റെ ദാരിദ്ര്യമൊക്കെ നീങ്ങി, ശരിയല്ലേ? ആണോ?
അവന് വിട്ടേ, അവന് നമുക്ക് പിന്നെ പിടിക്കാം. കുചേലൻ ഭഗവാനെ ദർശിച്ചതാണോ അവനാണോ പ്രാധാന്യം? അപ്പൊ ഭഗവാൻ എന്താ ഭക്ഷണപ്രിയനാണോ? കുചേലൻ ഭഗവാനെ ദർശിച്ചതോടുകൂടി കുചേലന്റെ ദാരിദ്ര്യമൊക്കെ മാറി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ കുചേല സദ്ഗതിയുടെ തത്വത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ? 64 ദിവസം ഭഗവാനെ കെട്ടിപ്പിടിച്ച് ഭഗവാനോടൊപ്പം ജീവിച്ച് ഒരേ പായയിൽ കിടന്ന് ഒരേ പാത്രത്തിൽ നിന്ന് ആഹാരം കഴിച്ച് ഗുരുകുലത്തിൽ താമസിച്ച ആളിന് അന്ന് മാറാത്ത ദാരിദ്ര്യം മുഴുവൻ ഇപ്പൊ ഒരു ദിവസം കൊണ്ട് എങ്ങനെയാ മാറുന്നത്? അന്ന് ഇത്രയും കാലം ഭഗവാനോടൊപ്പം ജീവിച്ച കുചേലന് പിന്നെ എന്തുകൊണ്ട് ദാരിദ്ര്യം വന്നു? അവിടെയാണ് വിഡിത്തപൂർണമായ ചില കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ? ഭഗവാന് കുചേലനും കൂടെ കാട്ടിൽ പോയപ്പോ ഗുരുഭഗ്നി അവില് കൊടുത്ത് കുചേലന് അവില് ഭഗവാൻ കൊടുക്കാതെ അടി തുളയിട്ടിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് തിന്ന്. അതുകൊണ്ട് ഭഗവാന് അവില് കൊടുക്കാതെ തിന്നത് കൊണ്ടാണ് ദാരിദ്ര്യം. ഒന്ന് ആലോചിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഭഗവാൻ ആളത്ര ശരിയല്ലല്ലോ. ഇച്ചിരി അവിലിന്റെ പേരിൽ ഒരാളിനെ ഇത്രയും കഷ്ടപ്പെടുത്തി ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ ഒരു തനി ക്രൂരനാണെന്ന് പറയേണ്ടി വരില്ലേ? എന്നിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് അവര് പിന്നെ കൊണ്ടുകൊടുത്തപ്പം എല്ലാം തിരിച്ചു കിട്ടി, സമ്പത്ത് കിട്ടി. ആ കഥ പൊട്ടത്തെറ്റാണ്. ഭാഗവതം വേദസാരമാണ്, വേദാന്തമാണ്, ജ്ഞാനതത്വമാണ്. മനസ്സിലായില്ലേ? അവിലെന്ന് പറയുന്നത് കേവലം പ്രതീകമാണ്. നമ്മളൊന്ന് ആലോചിച്ചു. കൊച്ചുനാളില് വിശപ്പ് കൊണ്ടൊരാള് 2 പേർക്ക് കഴിക്കാൻ കൊടുത്ത സാധനം ഒരാൾ ഒറ്റയ്ക്ക് കഴിച്ചു എന്ന് വെച്ചിട്ട് ആ കഴിച്ച ആളിനെതിരെ ഇത്രയും വലിയ ഇത് കാണിക്കുന്നത് ശരിയാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ കാരുണ്യശാലി ഭഗവാനെ കൃഷ്ണനൊന്നും വിളിക്കണ്ടല്ലോ. ഇവിടെ എന്താ സംഭവം എന്നുള്ളതിലേക്ക് വരാം. ഇവിടെ കുചേലൻ വിവാഹമൊക്കെ കഴിഞ്ഞു, മക്കളുണ്ട്, അനവധി മക്കളൊക്കെ ആയി, അങ്ങനെ ജീവിക്കുകയാണ്. വീട്ടിൽ പട്ടിണിയുണ്ട്. എന്താ കാര്യം? ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണോ ആ കർമ്മങ്ങളല്ല കുചേലൻ അനുഷ്ഠിക്കുന്നത്. കുചേലൻ വിവാഹം കഴിച്ചു, പക്ഷെ വിരക്തനാണ്. മനസ്സിലല്ലേ? വിരക്തനായിരുന്ന ആൾ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? വിവാഹം കഴിക്കാൻ പോരുതായിരുന്നു. ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന ആള് സന്യാസാശ്രമം പാലിക്കാൻ ശ്രമിച്ചാൽ ശരിയാവുമോ? ഓരോ ജീവിതത്തിലും ഓരോ വ്യവസ്ഥകളുണ്ട്. ഭഗവാൻ എങ്ങനെയാ? ഭഗവാൻ ഗൃഹസ്ഥാശ്രമത്തിൽ പോയി. ലോകത്തിലെ ഏറ്റവും വലിയ വിരക്തൻ കൃഷ്ണ. ലോകത്തിലെ ഏറ്റവും വലിയ വിരക്തൻ കൃഷ്ണനാണ്. എന്നാൽ ലോകത്തുള്ള എല്ലാ സമ്പത്തിന്റെയും മുകളിലൂടെയാണ് കൃഷ്ണൻ നടക്കുന്നത്. അല്ലേ? ഒന്നിനും കുറവില്ല. മക്കളുടെ എണ്ണത്തിൽ കുറവില്ല, ഭാര്യമാരുടെ എണ്ണത്തിൽ കുറവില്ല, സമ്പത്തിൽ കുറവില്ല. ഉണ്ടോ? അറിവിലും കഴിവിലും കുറവില്ല, എല്ലാം കൂടെയുണ്ട്. പക്ഷേ ഒന്നിനോടും ഒട്ടലില്ല. അതാണ് വിരക്തി. അല്ലാതെ ഒന്നുമില്ലാതെ കിടക്കുന്നതല്ല വിരക്തി. എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നിനോടും മമതയില്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ? ഏറ്റവും ഒടുവിൽ സ്വന്തം മക്കള് വരെ നഷ്ടപ്പെടുമ്പോഴും ഭഗവാൻ ചിരിച്ചുകൊണ്ട് നടന്നുപോയി. ഭഗവാൻ തടയാൻ ശ്രമിച്ചോ? കർമ്മഫലം അനുഭവിച്ചോട്ടെ എന്ന് പറഞ്ഞു. ആരോടുമില്ല മമത. ഏറ്റവും കൂടുതൽ പ്രാണതുല്യം സ്നേഹിച്ച ഗോപികമാരെ വൃന്ദാവനത്തിൽ വിട്ടിട്ട് പോരുന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോണോന്ന് പോലും തോന്നിയിട്ടില്ല. തോന്നിയിട്ടുണ്ടോ? മനസ്സിലായോ? ജന്മം കൊടുത്ത അമ്മയെ ജന്മം കൊടുത്തതിന് അന്ന് വിട്ടിട്ടങ്ങ് പോയി. ഞാൻ പോവുകയാണ് കർമ്മത്തിന് വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് യശോദ നന്ദഗോപരെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? മമത എന്ന് പറയുന്ന സാധനം ഒട്ടുമില്ലാത്ത ലോകത്ത് ഏറ്റവും മാതൃകയാക്കാവുന്ന ആള് കൃഷ്ണനാണ്. അല്ല, ഒന്നുമില്ലാത്തവൻ പറയാണ് ഞാൻ സന്യാസിയാന്ന് പറയാൻ എന്ന കാര്യം എന്താ? ഒന്നുമില്ലാത്തവന് സന്യാസി എന്ന് പറയാൻ എളുപ്പം. എന്താ കാര്യം? അവനൊന്നുമില്ല, അല്ലാതെ തന്നെ അവൻ ഒന്നും നേടാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം. പക്ഷെ എല്ലാം ഉള്ളപ്പോൾ ഉപേക്ഷിക്കുമ്പോഴേ അതിന് മഹത്വം വരുന്നത്. അല്ലേ? ഉള്ളവൻ ഉപേക്ഷിക്കുമ്പോഴാണ് അവന്റെ ത്യാഗം വരുന്നത്. ഇവിടെ മഹാബലിയുടെ ത്യാഗത്തെ മഹാബലി ത്യാഗമായിട്ട് മാറിയ ഇന്ദ്രസേനന്റെ എല്ലാം ഉണ്ടായിട്ട് ഉപേക്ഷിച്ച ആളാ. മനസ്സിലല്ലേ? അല്ല, ജീവിതം പരാജയപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കാൻ കൊള്ളാതായി മാറുമ്പോ ഞാൻ സന്യാസിയായിപ്പോ. അതല്ല സന്യാസം. കഴിവുകെട്ടവന്റെ ദൗർബല്യമല്ല സന്യാസം. കഴിവുള്ളവന്റെ പരിത്യാഗമാണ് സന്യാസം. മനസ്സിലായോ?
അവിടെയാണ് വിശ്വാമിത്രനെ പോലെയുള്ള സന്യാസി വശിഷ്ഠന്റെ തപോശക്തി കണ്ടറിഞ്ഞപ്പോ തന്റെ രാജകീയ സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് സന്യാസം സ്വീകരിച്ചു വിശ്വാമിത്രൻ, കൗശികൻ. അതല്ലേ നമ്മുടെ ഭാഗവത്തിൽ ഭരതൻ എന്ന രാജാവും ചെയ്തത് അല്ലേ? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പാണ്ഡവന്മാരും അതല്ലേ ആദ്യം കാട്ടി തന്നത്. ശ്രീകൃഷ്ണൻ സ്വധാമപ്രാപ്തി ചെയ്തെന്ന് അറിഞ്ഞപ്പോ ഇനി അധികാരത്തിൽ ഇരിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല, അധികാരമൊക്കെ മക്കൾക്ക് കൊടുത്തിട്ട് മഹാപ്രസ്ഥാനം ചെയ്ത് ശരീരത്തെ ഉപേക്ഷിച്ചു. അപ്പൊ ഇവിടെ കുടുംബസ്ഥ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആള് ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടിയെ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അയാൾ എല്ലാ ദിവസവും രാവിലെ പോയി അമ്പലത്തിൽ ആൽത്തറയിൽ ചെന്നിട്ട് നാരായണ 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 നാരായണ. വൈകുന്നേരം വരെ അവിടെ നാരായണ വെച്ചിട്ട് വൈകിട്ട് വീട്ടിലോട്ട് കയറി വന്നാൽ നിങ്ങൾ പറയോ, നല്ല പയ്യൻ, ഇങ്ങനൊരു പയ്യനെ എൻ്റെ കുടുംബത്തിന് കിട്ടിയത് എന്തൊരു ഭാഗ്യമോ പറയൂ. സൽസ്വഭാവി, സദ്ഗുണസമ്പന്നൻ, രാവിലെ കുളിച്ച് ഇറങ്ങി അമ്പലത്തിൻ്റെ തിണ്ണയിൽ പോയിരുന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഹരേരാമ ചെല്ലും, വൈകുന്നേരം വരെ അവിടെ ഇരിക്കും, ഒരു ജോലിക്കും പോലെ വീട്ടിൽ വരും വൈകുന്നേരം ആകുമ്പോൾ. ആ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ആരെങ്കിലും പറയോ നല്ല സ്വഭാവമുള്ള ആളാണെന്ന്? പറയൂ. എന്താ കാര്യം? അവിടെ നാമം ജയിച്ചേക്കോ? അവിടെ കടത്തന്നെ പോയിരുന്നില്ല, ചീട്ട് കളിക്കാൻ പോയില്ല, തെറ്റായ കൂട്ടുകെട്ടിട്ട് പോയില്ല, അവിടെ നാമം ജയിച്ചല്ലേ. പിന്നെന്താ കുഴപ്പം? കുടുംബത്തെ പോറ്റുക എന്ന സ്വധർമാചരണം. സ്വധർമ്മം നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞ വാക്കാണ്. സ്വധർമ്മത്തെ ആചരിക്കണം. അതുകൊണ്ടല്ലേ അർജുനോട് പറഞ്ഞ, അർജുന നീ സന്യസിക്കല്ല, വേണ്ട യുദ്ധം ചെയ്യാൻ പറഞ്ഞു. സാധാരണഗതി നമുക്ക് തോന്നും യുദ്ധം ചെയ്യുന്നതിനേക്കാൾ മഹത്വമായത് സന്യാസമാണെന്ന് തോന്നും. പക്ഷേ ഓരോ വ്യക്തിയിലും അധിഷ്ഠിതമായ കർമ്മമാണ് ഉത്തമം. മനസ്സിലായില്ലേ? അല്ലാതെ മറ്റൊരാളുടെ കർമ്മത്തെ തിരഞ്ഞെടുത്ത് അഭിനയിക്കലല്ല. സന്യാസ യോഗ്യതയുള്ളവൻ ചെയ്യണം. ക്ഷത്രിയൻ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. ഇവിടെ ഗൃഹസ്ഥാശ്രമത്തിൽ നിൽക്കുന്നവൻ ഗൃഹത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, ഗൃഹത്തിൽ ശാന്തി ഉണ്ടാവണമെങ്കിൽ, ഗൃഹത്തിൽ ആനന്ദം ഉണ്ടാവണമെങ്കിൽ വേണം, ഗൃഹത്തിന് വേണ്ടി ജീവിക്കണം. അവൻ അവന്റെ മനോഭാവത്തെ ത്യജിക്കണം. ഇവിടെ സ്വന്തം മനസ്സിന്റെ സുഖത്തെ മാത്രമേ ആര് നോക്കുന്നുള്ളൂ? കുചേലൻ. എന്താ കാരണം? അവിടെ ഇരുന്ന് നാമം ജപിക്കുമ്പോൾ സ്വന്തം മനസ്സിന്റെ സുഖം, തന്നെ ആശ്രയിക്കുന്നവരുടെ സുഖം വിസ്മരിക്കുന്നു. പക്ഷെ ഒരു സദ്ഗുണം ഉണ്ടായിരുന്നു. എന്താ? ഭഗവാനെയാണ് ആശ്രയിച്ചല്ല, വേറെ രീതിയിൽ പോയിരുന്ന സമയം കളഞ്ഞില്ല. ചില ആൾക്കാർ വീട് നോക്കാതെ കടത്തിനെ പോയിരുന്നിട്ട് വൈകിട്ട് വരും. ചില ആൾക്കാർ കൂട്ടുകാരോടെ കറങ്ങാൻ പോയിട്ട് വരും. മനസ്സിലല്ലേ? അങ്ങനൊന്നും പോയില്ല. പിന്നെ എന്ത് ചെയ്തു? ഭഗവാനെ ആശ്രയിച്ചു എന്നുള്ള ഒരു സദ്ഗുണമുണ്ട്. പക്ഷേ സ്വധർമ്മ പാലനം നടത്തില്ല. ഭഗവാൻ നേരെ തിരിച്ചല്ലേ? ഭഗവാൻ എന്താ കാട്ടിത്തന്നത്? എല്ലാത്തിനോടും വിരക്തനായ ഭഗവാൻ മലക്കറി എറിഞ്ഞു കൊടുക്കുന്നു, വെള്ളം കോരി കൊടുക്കുന്നു, പശുവിനെ കറന്നു കൊടുക്കുന്നു, മുറ്റമടിച്ചു കൊടുക്കുന്നു. അല്ലേ? ഇതൊക്കെയല്ലേ നാരദന് പോയി കണ്ടിട്ട് കാണിച്ചു തന്നത്. മനസ്സിലല്ലേ? അപ്പൊ മാതൃകാപരമായ ജീവിതം കാണിച്ചിട്ടാണ് ആ മാതൃകയിൽ നിന്ന് വീഴ്ച കുചേലനെ പറ്റിയെന്ന് നമ്മളെ ബോധിപ്പിക്കും. അതുകൊണ്ടാണ് ആദ്യം തന്നെ എന്ത് ചെയ്തു? കൃഷ്ണന്റെ കുടുംബതത്വം കാട്ടിയത്. വ്യാസന്റെ ബുദ്ധി നമ്മൾ ആലോചിക്കണം എത്രത്തോളം ഉണ്ടെന്ന്. ഓരോ കഥകളും വേറിട്ട കഥകളല്ല. ആദ്യമേ ഭഗവാന്റെ ദാമ്പത്യം കാട്ടിയില്ലേ? നാരദന് പോയി നോക്കുമ്പോൾ അവിടെ എന്താ കണ്ടത്? കൃഷ്ണൻ മാറിയിരിക്കുന്നുണ്ടോ? എല്ലാ കാര്യത്തിലും അരി വെക്കണോ, അരി വെക്കാം, ചോറ് ഊറ്റണോ, ഊറ്റാം, ചമ്മന്തി അരയ്ക്കണോ, അരയ്ക്കാം, തെങ്ങി കയറി തേങ്ങ അടത്തണോ, അടത്താം, കുഴപ്പമൊന്നുമില്ല. കാര്യതാ ജീവിതത്തിൽ ആനന്ദം വേണം. രാവിലെ കാലിൻ്റെ മേലെ കാലും കയറ്റി ചമ്പട കേമാന്ന് പറഞ്ഞ് കസേരയുടെ മേലെ കയറി ഇരുന്നാൽ മനസ്സിലായില്ലേ? അകത്ത് നിന്ന് കഷ്ടപ്പെടുന്നവർക്ക് തോന്നും ഇവനൊരു മനുഷ്യനാണ്, ഇവനോടെ ഞാൻ ജീവിക്കേണ്ടി വന്നല്ലോ ഈശ്വര. എന്താ കാര്യം? അവിടെ ഇരുന്ന് കാലും മേലെ കാലൊക്കെ വെച്ചുകൊണ്ട് അവിടെ എഴുതിയിട്ട് ഒന്ന് സഹായിക്കാനുള്ള മനസ്സുപോലും ഇല്ലേ എന്ന് ചിന്തിക്കില്ലേ? ചിന്തിക്കത്തില്ലേ? പക്ഷെ ഭഗവാൻ അങ്ങനെ ഒരു ഇട കൊടുക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇവിടെ കുചേലന് പറ്റിയത് എന്താ? ഈ അവസ്ഥയാണ്. ഇതാണ് ദാരിദ്ര്യത്തിന്റെ കാരണം. ഇവിടെ ദാരിദ്ര്യമല്ല പ്രധാന പ്രശ്നം. ദാരിദ്ര്യം വരുത്തിയത് കർമ്മം കൊണ്ടാണ്. നമ്മൾ പറയുന്നതൊക്കെ എന്താ പറയുന്നത്? താപത്രയങ്ങളില് അല്ലെ മൂന്നാമത്തെ താപം എന്താ? ആധ്യാത്മിക താപം. അവനവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്. ഇവിടെ ദാരിദ്ര്യമല്ല പ്രശ്നം, പ്രാരാബ്ധമാണ്. പ്രാരാബ്ധവും ദാരിദ്ര്യവും രണ്ടായിട്ട് തരംതിരിക്കണം. ദാരിദ്ര്യത്തെ മാറ്റാനേ പണം കൊണ്ട് സാധിക്കൂ. മനസ്സിലായില്ലേ? ദാരിദ്ര്യത്തെ മാറ്റാനേ പണം കൊണ്ട് സാധിക്കൂ. പ്രാരാബ്ധത്തെ മാറ്റാൻ പണം കൊണ്ട് സാധിക്കൂ? പ്രാരാബ്ധം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജന്മത്തിലുള്ളത് മാത്രമല്ല, മുൻ ജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലം. അത് മാറ്റാൻ പറ്റുമോ?
അപ്പൊ ചോദിക്കും പണം കൊണ്ട് പൂജ നടത്തിയാൽ മാറത്തില്ലേ? ഒരു പൂജയ്ക്കും പ്രാരാബ്ധത്തെ മാറ്റാൻ പറ്റില്ല. മനസ്സിലല്ലേ? പ്രാരാബ്ധം കൊണ്ടുണ്ടാകുന്ന ദുഃഖത്തെ ത്രാണം ചെയ്യാൻ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പൂജ ചേർത്താം. ഭഗവാനെ ആശ്രയം. നമ്മൾ മുമ്പ് എനിക്ക് ദുഃഖം വരുമ്പോൾ ആശ്രയിക്കുന്നതൊക്കെ ആശ്രയിച്ചാലും ദുഃഖം ആര് തന്നെ കടക്കണം? നമ്മൾ തന്നെ കടക്കണം. പറഞ്ഞു മനസ്സിലായില്ലേ? ഇവിടെ ഭഗവാനെ ആശ്രയിക്കൊണ്ടാൽ വെള്ളത്തിൽ വീണൊരു കുട്ടി നീന്തൽ അറിയാമെങ്കിൽ അവൻ നീന്തി അക്കരയ്ക്ക് കയറും. മനസ്സിലായില്ലേ? നീന്തൽ അറിയാത്തവൻ വെള്ളത്തിൽ കിടന്ന് മുങ്ങിയും താരുകയും ചെയ്യും. ഇതാണ് ഇവിടെ ആശ്രയമായിട്ടുള്ള വ്യത്യാസം. നീന്തൽ അറിയാതെ വെള്ളത്തിൽ വീഴുന്നവൻ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുന്നത് അതിൽ മുങ്ങി പൊങ്ങും. നേരെ മറിച്ച് ഭഗവാന്റെ ആശ്രയം ഉണ്ടെങ്കിൽ ഭഗവാൻ അവനിലൂടെ നീന്തൽ എന്നൊരു വശം കാട്ടിക്കൊടുക്കും. അവൻ തന്നെ പ്രയത്നിച്ചോണം. ഇത് മാറ്റാൻ ഭഗവാന് പറ്റത്തില്ല. അതാണ് നാരായണത്ത് പ്രാന്തനും ഭദ്രകാളിയും തമ്മിൽ ചേർന്ന ഒരു കഥയുണ്ട്. ഇടത് കാലിലെ വന്ന് വലത് കാലിലോട്ട് മാറ്റിക്കോ കാളി എന്ന് പറഞ്ഞിട്ട് കാളിയെ കളിയാക്കി വിടുന്നുണ്ട്, ഭദ്രകാളിയെ പോലും നാരായണത്ത് പ്രാന്തൻ. എന്താ കാരണം? ഈ ജന്മത്തിൽ നിന്ന് മാറ്റിയാൽ അടുത്ത ജന്മം, ആ ജന്മത്തിൽ നിന്ന് മാറ്റി അടുത്ത ജന്മം. മനസ്സിലായി? വിട്ടൊഴിയാതെ നിൽക്കും. അപ്പം പ്രാരാബ്ധത്തിൽ പൂർവ്വജന്മത്തിലുണ്ട്, പിന്നെ ഈ ജന്മത്തിൽ ഇതുവരെ ചെയ്തതുണ്ട്, ഇനി വരാൻ പോകുന്ന ജന്മത്തിൽ ചിലപ്പോൾ ചെയ്യാവുന്നതുണ്ട്. അല്ലേ? സഞ്ചിതം, പ്രാരാബ്ധം, ആഗാമി. 3 തരം പ്രാരാബ്ധങ്ങളുണ്ട്. പ്രാരാബ്ധത്തെ മാറ്റാൻ പണം കൊണ്ട് സാധിക്കില്ല. സാധിക്കുമോ? ഇല്ല. സമ്പത്ത് കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സമ്പത്ത് കിട്ടി എന്നുള്ളതിൽ വെച്ച് കഥ നിൽക്കരുത്. അവിടെ നിൽക്കുകയാണെങ്കിൽ ദാരിദ്ര്യം നീങ്ങിയിട്ടുള്ളൂ, പ്രാരാബ്ധം നീങ്ങിയിട്ടില്ല. ഭഗവാനെ ആശ്രയിക്കേണ്ടത് ഭക്തജനങ്ങൾ ദാരിദ്ര്യം മാറാനാണോ പ്രാരാബ്ധം മാറാനാണോ? കേവല ഭക്തന്മാരാണ് ദാരിദ്ര്യം മാറാനും സമ്പത്തിന് വേണ്ടി ഭഗവാനെ ആശ്രയിക്കുന്നത്. അതാണ് അമ്പലങ്ങളിൽ പോയാൽ മോഹങ്ങൾ വെച്ചുകൊണ്ട് ഭജിക്കുന്നവര്. മനസ്സിലായില്ലേ? യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഉയർന്ന ഭക്തൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കും? ദാരിദ്ര്യമല്ല അവന്റെ വിഷയം. അവൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കും? അവൻ പ്രാരാബ്ധമകലാൻ പ്രാർത്ഥിക്കും. മനസ്സിലായില്ലേ? വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായോ? അവൻ പ്രാരാബ്ധമകലാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെയാണ് ഭക്തൻ, കേവല ഭക്തനും ശരിയായ ഭക്തനും പരമഭക്തനും തമ്മിലുള്ള ഭക്തന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം സാധാരണ ഭക്തൻ എന്താ? പണം മതി, സുഖങ്ങൾ മതി. അവനപ്പോൾ പണത്തിന് സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് നമ്മൾ അമ്പലങ്ങളിൽ പോയി വഴിപാടുകൾ അർച്ചനകളൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഭഗവാൻ എനിക്ക് കാറ് വേണം, അല്ലേ, ആട്ടോ വേണം, എനിക്ക് വീട് വേണം, പണം വേണം, അത് വേണം, ഇത് വേണം, ലോട്ടറി അടിക്കണം, ഇതൊക്കെ അവൻ അതിനകത്ത് സുഖം കാണുന്നത്. പക്ഷേ യഥാർത്ഥ ഭക്തനോ? അവൻ ഭഗവാനെ നേടാനാണ്. ഇവിടെ കുചേലൻ യഥാർത്ഥ ഭക്തനാണോ അതോ ഈ പറയുന്ന കണക്കുള്ള കേവല ഭക്തനാണോ? ആരാവണം? നമുക്ക് ആരാക്കണം കുചേലനെ? നമുക്ക് ആരാക്കണം കുചേലനെ? എന്തോ അവിടെ നമുക്ക് ആരാക്കണം കുചേലനെ? യഥാർത്ഥ ഭക്തനാക്കണം. നമ്മൾ പണത്തിന് വേണ്ടി പണം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുചേലനെ തരത്താഴ്ത്തുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ആ കുചേലനെ താഴേക്ക് താഴ്ത്തി കാണുക. ഒരിക്കലും നമ്മൾ സുചേലനാക്കാൻ വിടുന്നില്ല. കുചേലനെ എന്നും കുചേലനാക്കാനാണ് നമ്മുടെ ആഗ്രഹം. എന്തായാലും പണത്തിന് വേണ്ടി മോഹിച്ചു. പണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചെലവെടുത്തോറും ഇല്ലാണ്ടാവും, അല്ലേ? നാളെ വീണ്ടും ദുഃഖം വരും. കുചേലൻ എങ്ങനെയാണ് രക്ഷപ്പെടാൻ നിൽക്കുമ്പോൾ നമ്മൾ കഥ പറഞ്ഞ് വീണ്ടും കുചേല നീ എങ്ങനെ രക്ഷപ്പെടണ്ട, നീ ഇപ്പോഴും കുചേലൻ തന്നെ, നീ നാളെയും കുചേലൻ തന്നെ, നീ ഇവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടം. അങ്ങനെ ആവരുത്. കുചേലൻ എന്ന് പറയുന്ന തത്വത്തിലൂടെ നമ്മളും യാത്ര ചെയ്യണം. നമുക്കും കുചേലനെ പിന്തുടർന്ന് സുചേലനായി മാറണം. അപ്പൊ ഈ ഒരു അവസ്ഥയാണുള്ളത്. ഇതിനിടയിൽ വെച്ചിട്ട് കുചേലന്റെ ദാരിദ്ര്യമുണ്ട്. അത് മറ്റൊരു ഭാഗം. ആ ദാരിദ്ര്യത്തിന്റെ ദുഃഖമാണ് പുറമേ പ്രകടമാകുന്നത്. പ്രാരാബ്ധം പുറമേ പ്രകടമല്ല. ആണോ? പുറമേ എപ്പോഴും പ്രകടമാകുന്നത് എന്താ? പണം ഉണ്ടോ പണം ഇല്ല എന്നുള്ളതാണ്, അല്ലേ? അപ്പൊ ദാരിദ്ര്യത്തിന്റെ ദുഃഖം പുറമേ പ്രകടമാവും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നോക്കിക്കാണാൻ പറ്റും. ഇവിടെ ദാരിദ്ര്യ ദുഃഖം ആ അർത്ഥത്തിലെടുത്താൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആരാ? ഗൃഹത്തിൽ ഗൃഹനാഥനാണോ ഗൃഹനാഥയാണോ? ഗൃഹനാഥയാണ്. ഇവിടെ ഗൃഹനാഥ ഇടപെടും. ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് കൂടി നമ്മളെന്ത് പറയും? ഈ പ്രാരാബ്ധങ്ങൾ നീങ്ങേണ്ട വഴിയെക്കുറിച്ച് കുചേലൻ അറിയാം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണനെ കുറിച്ച് പറയും. മനസ്സിലായില്ലേ? ദുഃഖങ്ങളൊക്കെ തീർക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ സുഹൃത്ത്. എന്നോട് പഠിച്ചതാ. ഞങ്ങൾ ഒരുമിച്ച് ഭയങ്കര കൂട്ടുകാരാണ്. കൃഷ്ണൻ കാണാനാണെങ്കിൽ അതിയായ മോഹമുണ്ട്. പക്ഷേ ഈ കാണാൻ പോകാൻ അല്പം മടിയുണ്ട്, ഒരു ദുരഭിമാനം ഉണ്ട് ഉള്ളിൽ. പ്രാരാബ്ധത്തിലാണ് ജീവന് ദുരഭിമാനം ഉള്ളത്. ഞാനിനി അവിടെ ചെന്ന് കാണാൻ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് കടം മേടിക്കാൻ വരുവാണെന്ന് കൃഷ്ണൻ വിചാരിക്കുവോ? ആ വിചാരം കൊണ്ട് തന്നെ എന്നെ അറിയത്തില്ല എന്നെങ്ങനെ പറഞ്ഞാലോ? ഇനി അവിടെ ചെല്ലുമ്പോൾ കൈ മലർത്തിയിരിക്കോ ഇവിടെ തന്നെ പട്ടിണിയാ, ഇന്നലെ റേഷൻ കടയിൽ പോകാൻ മക്കളടുത്ത് പറഞ്ഞിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് വീട്ടിലെന്നങ്ങനെ പറഞ്ഞാലോ? അല്ലേ? നമ്മളൊക്കെ എങ്ങനെയല്ലേ ചെയ്യുന്നത്? ആരെങ്കിലും സ്ഥിരമായി കടം മേടിക്കാൻ വരുന്ന ഒരാൾ കടം മേടിക്കാനോ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമോ ഇന്നലെ ആയിരുന്നെങ്കിൽ ഞാൻ തന്നേനെ, ഇന്ന് രാവിലെയാണ് ചേട്ടൻ ഒരു കാര്യത്തിന് ഞാനും കൂട്ടി.
അല്ലേ? ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ പറഞ്ഞതുപോലെയുള്ള ദാരിദ്ര്യം വരുമ്പോ ഈ പത്നി പറയും കുജേലനോട്, അങ്ങ് എപ്പോഴും പറയില്ലേ കൃഷ്ണൻ 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 എന്നൊക്കെ പറയില്ലേ, അങ്ങയുടെ കൂട്ടുകാരല്ലേ, സുഹൃത്തല്ലേ, അങ്ങയുടെ ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ, അദ്ദേഹം ഇപ്പൊ രാജാവല്ലേ, ആ രാജാവായ അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തില്ലേ, അദ്ദേഹം എത്രയോ പേരെ സഹായിക്കുന്നതായിട്ടുണ്ട്, അദ്ദേഹത്തിനടുത്തൊന്ന് പോയിട്ട് ഒരു സഹായം ചോദിക്കുന്നേ, ആ സഹായം അദ്ദേഹം ചെയ്താൽ നിങ്ങളുടെ പട്ടിണി മാറില്ലേ, നമുക്ക് ജീവിതത്തിൽ സഹായിക്കൂടെ? പക്ഷെ കുജേലന് മടിയാ. ചെല്ലുമ്പോ തന്നെ സ്വീകരിച്ചില്ലെങ്കിലും, തന്നെ ചിലപ്പോൾ കണ്ടാൽ അറിയില്ലെങ്കിലും, കാര്യം ദാരിദ്ര്യവും പ്രാരാബ്ദവും കൊണ്ട് ആകെ അവശനായിട്ടുണ്ട്. പ്രായം കണ്ടാൽ ഇപ്പോൾ ഏതാണ്ട് മുത്തശ്ശനും കൊച്ചുമോൻ്റെയും കണക്കായിട്ടുണ്ട്. കൃഷ്ണനേക്കാൾ അധിക പ്രായത്തിൽ ഉള്ള വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് മനസ്സിൽ കിടന്നു. അതുകൊണ്ട് പോകാനുള്ള മടിയുണ്ട്. അവസാനം പത്നി ഒരു വല്ലാത്ത ബോധത്തിലേക്ക് എത്തിച്ചു. എന്താണ്? ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം നടത്താവുന്ന പ്രാർത്ഥന ഭർത്താവിനെ അഭിലേഖിച്ചു. അന്നം ഒരു ദിനം ഒരു നേരമെങ്കിലും പാരം വിശന്നു കരയുന്ന കിടാങ്ങൾക്ക്. ഒരു ദിവസം 3 നേരം വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, 2 നേരവും വേണ്ട, ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം. അതിൻ്റെ അർത്ഥം ഇപ്പൊ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ല. മനസ്സിലായില്ലേ? അന്നം ഒരു ദിനം ഒരു നേരമെങ്കിലും കൊടുക്കുവാൻ എന്നൊരമ്മ പറയണമെങ്കിൽ അമ്മയുടെ മനസ്സെന്തായിരിക്കും? പാരം വിശന്നു കരയുന്ന കിടാങ്ങളുടെ ദുഃഖം കണ്ട് എൻ്റെ ഹൃദയം തകരുകയാണ്. മനസ്സിലായില്ലേ? ജീവിതം മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരമ്മ പറയുന്നു ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ആ അമ്മ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ അവസ്ഥയെ ബോധിപ്പിച്ചു. എന്നിട്ട് പറയുന്നത് എന്താ? സാധാരണ സ്ത്രീകൾക്ക് മോഹമുണ്ടാവും എന്തിനോട്? വസ്ത്രങ്ങളോട്, സുഗന്ധ വസ്തുക്കളോട്, ആഭരണങ്ങളോട്. ഇതൊന്നും വേണ്ട, ഇതിനൊന്നിനുമല്ല ഞാൻ പറയുന്നത്. ജീവിക്കാൻ കൂടുതൽ പണത്തിനോടുള്ള ആഗ്രഹവും എനിക്കില്ല. യഥാർത്ഥത്തിൽ കുചേലപത്നിക്കും പണത്തിനോടുള്ള ആഗ്രഹമില്ല. മനസ്സിലായില്ലേ? അവരും ആഗ്രഹിച്ചു, നമ്മൾ ചിന്തിക്കരുത്. പണത്തിനോടുള്ള ആഗ്രഹമല്ല, ജീവിത അധ്യയനത്തോടുള്ള ആഗ്രഹമാണ്. മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ട് പോകാൻ പറഞ്ഞു. കുചേലൻ അവസാനം സമ്മതിച്ചാണ്. ഇതിനും കൂടെ സമ്മതിച്ചില്ലെങ്കിൽ കുചേലൻ അറിയാം പ്രശ്നമായി. കുചേലൻ സമ്മതിച്ചു. പോകാൻ നേരത്ത് കുചേലൻ പറഞ്ഞു, വെറുതെ പോകാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്താ കൊടുക്കേണ്ടത്? കുചേലപത്നി തൊട്ടടുത്ത വീടുകളിൽ പോയി എന്ത് ചെയ്തു? ഭിക്ഷ യാചിച്ചു. കിട്ടിയത് അവിലാണ്. ഓരോ വീട്ടിൽ നിന്ന് കിട്ടിയ അവരും വ്യത്യസ്തമായതാണ് അല്ലേ? പല അവില് വെള്ളയും ചുവപ്പൊക്കെ ഉണ്ട്. കിട്ടിയതെല്ലാം കൂടെ കൊണ്ടുവന്ന് എഴുതി വെച്ചു. ഒരു പഴയ തുണിയെടുത്ത് അതിൽ കിഴി കെട്ടി. ഇവിടെ ഈ അവലിനൊക്കെ വേറെ അർത്ഥമുണ്ട് കേട്ടോ, അല്ലാതെ കഴിക്കാൻ കിട്ടിയ സാധനമൊന്നുമല്ല അവല്. ഇത് കിഴി കെട്ടി കിട്ടി. അതൊക്കെ കേട്ട് എവിടേക്ക് പോവാണ്? ഭഗവാന്റെ അടുത്തേക്ക് പോവാണ്. ഇവിടെ മറ്റൊരു വാക്കൂടെ കുചേലന് നേരെ ചോദിക്കുന്നുണ്ട് പിന്നീട് ചില പണ്ഡിതന്മാര്. അഗ്നിസാക്ഷിയോരും താലി കെട്ടിയ ധർമ്മപത്നിയെ ഭിക്ഷയെടുക്കുവാൻ അയക്കുന്നവൻ ഉത്തമനോ? ഇത് കുചേലന് നേരെ ഉയർന്നൊരു ചോദ്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അഗ്നിസാക്ഷിയായി താലി കെട്ടുമ്പോൾ പറയുന്നതാ, നിന്നെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം അല്ലേ? ശരിയല്ലേ? ഇത് എല്ലാ ചിന്തയിലും ഉണ്ട്. അത് ഹിന്ദുവിനകത്ത് മാത്രമല്ല. ഞാനുണ്ടില്ലെങ്കിലും നിന്നെ ഊട്ടിക്കൊള്ളാം, ഞാൻ ഉടുത്തില്ലെങ്കിലും നിന്നെ ഉടുപ്പിച്ചുകൊള്ളാം അല്ലേ? ഇതൊക്കെ ഉണ്ട്. കാരണം എന്താ? ഒരു ആശ്രയം, ഒരു സംരക്ഷണം, ഇത് രണ്ടുമാണ് ജീവിതം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഇത് ഭർത്താവ് ഭാര്യയ്ക്ക് മാത്രമല്ല, ഭാര്യയെ തിരിച്ചു ചിന്തിക്കണം. ഞാനുണ്ടില്ലെങ്കിലും നിങ്ങളെ ഊട്ടിക്കൊള്ളാം. രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ചാൽ ജീവിതം സന്തോഷമായി. ഒരാൾ മാത്രം ചിന്തിച്ചാലും പ്രശ്നമാണ്. രണ്ടുപേരും ചിന്തിക്കണം. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ ഈ അവിലൊക്കെ ആയിട്ട് പോയി. എവിടെയാണ് കുചേലന് അറിയില്ല. ദ്വാരക അന്വേഷിച്ച് വളരെയധികം പ്രയാസപ്പെട്ടു. ഇടയിൽ ചില ആചാര്യന്മാർ പറയും കുചേലൻ ഒരിടത്തിരുന്നൊന്നും മയങ്ങിപ്പോയി കളഞ്ഞു. അപ്പൊ ഭഗവാൻ തന്നെ കുചേലനെ മായ കൊണ്ട് നേരെ ദ്വാരകയിൽ എത്തിച്ചു എന്നാണ് പറയുന്നത്. കാര്യം അത്രയും ദൂരം കൂടി നടന്നു വരാനുള്ള സമയത്തോടെ എത്തിച്ചു പറയും. ഈ പോകുന്ന കുചേലന്റെ മനസ്സിന് ആകാംക്ഷയാണ്, എന്നെ കണ്ടാ കൃഷ്ണൻ തിരിച്ചറിയുവോ? ഇനി തിരിച്ചറിഞ്ഞാൽ പോലും തന്നെ സഹായിക്കുവോ? ചിലപ്പോൾ തൻ്റെ ഈ അവസ്ഥ കണ്ട് പരിഹസിക്കുവോ? തനിക്ക് അവിടെ നാണക്കേടുണ്ട്? ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുണ്ട്. ഈ ചിന്തകളെയൊക്കെയാണ് നമുക്ക് പിന്നീടൊരു കവി അദ്ദേഹത്തിന്റെ കാവ്യഭാവത്തിൽ എഴുതിയിട്ടുണ്ട്. രാമപുരത്ത് വാര്യർ വഞ്ചിപ്പാട്ട്. മനസ്സിലല്ലേ? വഞ്ചിപ്പാട്ട് പോലെ എന്താ? കുചേലനെ തേടി ഭഗവാൻ പോകുന്നല്ല, കൃഷ്ണൻ തേടി കുചേലൻ പോകുന്നത് എന്താ? വഞ്ചി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ ആടി ഒലയും. അതുപോലെ ആടി ഒലയുന്ന മനസ്സോടുകൂടിയാണ് ആര് പോകുന്നത്? കുചേലൻ പോകുന്നത്. അങ്ങനെ നേരെ ചെന്നു.
ദ്വാരകയിലേക്ക് എത്തി. 7 നില മാളികയ്ക്ക് മുകളിലാണ് ഭഗവാൻ ഇരിക്കുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എൻ്റെ മുമ്പിൽ ചെന്നു, 7ഓ 8ഓ ആയിക്കോട്ടെ, കാശുണ്ടെങ്കിൽ കേട്ടാലോ. അപ്പൊ എന്തായാലും നമുക്കത് വിട്ടേക്കാം. അവിടെ ചെന്നു, നേരെ അകത്തേക്ക് കയറാൻ നോക്കി. ദ്വാരപാലകന്മാർ തടഞ്ഞു. മുഷിഞ്ഞ വസ്ത്രം, നടന്നു വന്ന് വിയർത്ത് ഒലിച്ച് പൊടിപടലങ്ങളൊക്കെ പിടിച്ച് ദുർഗന്ധപൂരിതം. ഇവിടെ ദുർഗന്ധം എന്നതിന്റെ അർത്ഥം എടുക്കേണ്ടത് പുറത്തു പറ്റിയ അഴുക്കോ വിയർപ്പിന്റെ ഗന്ധമോ എന്ന അർത്ഥത്തിലല്ല. പ്രാരാബ്ധമാകുന്ന ദുർഗന്ധത്തിൽ വീണ ജീവനാണ് കുചേലൻ. മനസ്സിലാവുന്നുണ്ടോ? ദഹിക്കത്തിലേക്ക് പെട്ടെന്ന് പോയാൽ അവിടെ ദഹിക്കുന്ന സാധനം കിട്ടും. പ്രാരാബ്ധമാകുന്ന ദുർഗന്ധത്തിൽ വീണ അവസ്ഥയിലുള്ള ജീവനാണ് കുചേലൻ. അതാണ് ദുർഗന്ധം. പുറമേ ഉള്ള ദുർഗന്ധം കഴുകിയാൽ പോവും. പ്രാരാബ്ധ ദുർഗന്ധം കഴുകിയാൽ പോവോ? പോവില്ല. പുറമേ ഉള്ള ദുർഗന്ധം സ്പ്രേ അടിച്ചാൽ പോവില്ലേ? പക്ഷെ അതിനുള്ളിലുള്ള ദുർഗന്ധം പോവോ? ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് രസകരമായ അനുഭവം ഉണ്ടായി. ഈ ദുർഗന്ധം പറയുമ്പോൾ 2 ദിവസം മുമ്പ് 2-3 ദിവസം മുമ്പ്, ആകെ 7 ദിവസമേ ഉള്ളൂ, ആ റൂമിനകത്ത് എന്തോ ഒരു വല്ലാത്ത സ്മെല്ല് അനുഭവപ്പെട്ടു. എന്താണെന്നറിയാതെ ഒരാൾ പോയി റൂം ബ്രഷൊക്കെ വെച്ചിട്ട് അടിക്കും. അടിയൊക്കെ കഴിഞ്ഞ് ഇവിടേക്ക് വന്ന് നാമോജമൊക്കെ കഴിഞ്ഞ് വീടും ഗന്ധം പോയി അടിക്കും. അവസാനം കണ്ടുപിടിച്ചപ്പോൾ ഈ ബാത്റൂമിൻ്റെ ഭാഗത്ത് വെളിയിൽ ഒരു ചണച്ചാക്ക് ഇടുന്നു. ഈ ചണച്ചാക്ക് വെള്ളം കൊണ്ട് നനഞ്ഞപ്പോൾ ഇതെടുത്ത് വെയിലത്തിടാത്തത് ഒറ്റ കാരണം കൊണ്ടാണ് ഈ ദുർഗന്ധം ഉണ്ടായത്. 90 രൂപയുടെ നഷ്ടം. ഡെയിലി അടിച്ചിട്ട് ഈ സാധനത്തിൻ്റെ സ്മെല്ലും അടിച്ചുകൊണ്ട് കിടക്കേണ്ടി വന്നു. അവസാനം ഇപ്പം എന്ത് ചെയ്യും? രാവിലെ വരുമ്പോഴത്തെ വെയിലത്തിടും, ഉച്ചയ്ക്ക് വരുമ്പോഴത്തെ. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരുമ്പോൾ വീണ്ടും എടുത്ത് വെയിലത്തിടും. ഇതാണ് കണ്ടുപിടിക്കേണ്ട വഴി. അപ്പം ദുർഗന്ധം, മനസ്സിലായില്ലേ? പുറമേ അടിക്കുന്നത് കൊണ്ട് പോവില്ല. ജീവിതത്തിലെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ അനുഭവങ്ങളാണ്, ഓരോന്നും അറിവാണ്. നമ്മൾ വേണ്ടവണ്ണം ശ്രദ്ധിച്ചാൽ, മനസ്സിലായില്ലേ? വലിയ ഗ്രന്ഥങ്ങളൊന്നും റെഫർ ചെയ്യണ്ട. നമ്മൾ ചെയ്യുന്ന, നമ്മുടെ മുന്നിൽ നടക്കുന്ന ഓരോ കാര്യത്തിൽ നിന്നും നമുക്ക് ജീവിതത്തിന് വേണ്ട അറിവുകൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ഒരു സംശയം വേണ്ട. ആ അറിവിനെ തേടാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടായാൽ മതി. കൗതുകത്തോടെ നമ്മൾ ഓരോന്നിനെയും നോക്കിക്കണ്ടാൽ മതി. അതിലല്പം ശ്രദ്ധ കൊടുത്താൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ശരി, അപ്പൊ ഇവിടെ ആ ഒരു പ്രാരാബ്ധമാകുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ തടഞ്ഞു. ഇനി അവസാനത്തെ ആശ്രയമാണല്ലോ ആര്? കൃഷ്ണൻ. അവസാനത്തെ ആശ്രയവും നഷ്ടപ്പെട്ടാൽ ആ ജീവന്റെ അവസ്ഥ എന്താവും? നിങ്ങൾക്കൊരു പനി വന്നു, താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി, ജില്ലാ ഹോസ്പിറ്റലിൽ പോയി, മെഡിക്കൽ കോളേജ് ചെന്നു, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ എത്തിയപ്പോൾ ഡോക്ടർമാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് വന്ന് പറയുകയാണ്, ഒരു രക്ഷയില്ല, ഞങ്ങൾ ആരുടെയും കയ്യിലും ഈ ലോകത്തെവിടെ പോയാലും രക്ഷയില്ല. ആ സമയത്ത് ആ ജീവൻ അല്ലേ, ആ ജീവന്റെ അവസ്ഥ എന്താ? ഈശ്വരാ എന്നുള്ള വിളി ആയിരിക്കില്ല, ഈശ്വരാ എന്ന ഭാവത്തിലേക്ക് എത്തത്തില്ലേ? എത്തത്തില്ലയോ? കുചേലൻ അതുപോലെയായി. അതുപോലെ കൃഷ്ണനെ വെറും കൂട്ടുകാരനായിട്ടാണ് കണ്ടിട്ടുള്ളത്. കൃഷ്ണനെ ദൈവമായിട്ട് ആര് കാണുന്നില്ല? കുചേലൻ തന്റെ സുഹൃത്താണ്. അതാണ് കുചേലൻ കുട്ടിക്കാലത്ത് ഇത്രയും കാലം ഒരുമിച്ച് പഠിച്ചപ്പോൾ കൂട്ടുകാരൻ എന്ന ഭാവത്തെ മാത്രം കണ്ടതുകൊണ്ടാണ് കുചേലൻ എവിടെ എത്താത്തത്? ദാരിദ്ര്യവും മാറാത്തത്, ഈ പ്രാരാബ്ധം മാറാത്തത്. എപ്പോഴാണോ ഭഗവാൻ എന്ന ബോധത്തെ കാണുന്നത്, ആ സമയത്ത് മാത്രമേ ആ ഭാവത്തിൽ ഉൾക്കൊള്ളാൻ പറ്റൂ. അന്നേ പ്രാരാബ്ധം മാറൂ. മനസ്സിലായില്ലേ? അല്ലാതെ അവര് കൊടുക്കാത്തത് കൊണ്ടല്ല. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാള്, ആ ആളിനെ ഉള്ളിലും ഈശ്വരനുണ്ട് ഇല്ലേ? നമ്മുടെ വിശ്വാസം അനുസരിച്ച്. മനസ്സിലല്ലേ? ആ ആളടുത്തേക്ക് നമ്മൾ കൂട്ടുകാരനെ കാണും. നേരെ മറിച്ച് അയാളൊരു നല്ല കാര്യത്തിൽ നമ്മൾ സഹായിച്ചാലോ, കൂട്ടുകാരൻ എന്നുള്ളതിനേക്കാൾ ഒരു നമ്മൾ ആ നിമിഷം അയാളെ ഈശ്വരനെ കാണും അല്ലേ? നമ്മൾ ആപത്തിൽപ്പെട്ടു, അയാൾ പെട്ടെന്ന് തോളി തട്ടിട്ട് വിഷമിക്കണ്ട, ഞാനുണ്ട്, ഞാൻ സഹായിക്കാം, എന്താ വേണ്ടത് ഞാൻ ചെയ്യാം, അവൻ നമുക്കൊരു ചെയ്തു നോക്കെ, നമ്മൾ ആ നിമിഷം അയാളെ ഈശ്വരനാക്കി കാണത്തില്ലേ? നമ്മൾ ഈശ്വരാന്ന് വിളിച്ചുകൊണ്ട് അയാളെ മുഖത്തേക്കായിരിക്കും നോക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആ അറിവിലേക്ക് പൂർണ്ണമായിട്ട് ആരെത്തിയിട്ടില്ല. കൂട്ടുകാരനാണ്, സുഹൃത്താന്നൊരു മമതയിൽ പെട്ടു കുചേലൻ. അങ്ങനെ കൂട്ടുകാരെന്നുള്ള മമത പെട്ടത് കൊണ്ടാണ് കൂട്ടുകാരൻ സമ്പന്നനാണ്, ഞാൻ ദരിദ്രനാണെന്ന ഭാവം വന്നത്. നേരെ മറിച്ച് ഈശ്വരനാണെന്ന ഭാവം വന്നായിരുന്നെങ്കിലോ? മനസ്സിലായില്ലേ? ഈശ്വരന്റെ ഭാവം തിരിച്ചറിയുന്നെങ്കിൽ ആ ഈശ്വരൻ തന്നെയാണ് ഞാൻ, അപ്പൊ ഞാനും സമ്പന്നനാണ്, സമന്മാരാണ്. ഈശ്വരനും ഭക്തനും സമനാണ്. ഈ നിലയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അവിടെ തളർന്നു. ആ ആർത്തനാഥം ഭഗവാന്റെ കാതിലെത്തി. പരിപൂർണ ആശ്രയവും നഷ്ടപ്പെടുന്ന സമയത്ത് ആ ഭഗവാന്റെ നാമമാണ് ഭഗവാനെ ചെന്ന് തറയ്ക്കുന്നത്.
മനസ്സിലായില്ലേ? അതാണ് നമ്മൾ പറഞ്ഞ കൃഷ്ണനെ പോലെ ക്രൂരനായ ഒരു ഈശ്വരൻ വേറെയില്ല. ആശ്രയിക്കാൻ നമുക്ക് എന്തൊക്കെയുണ്ട് അതെല്ലാം ഭഗവാനായിട്ട് ഇല്ലാതാക്കും. കാര്യം നീ അല്ലെങ്കിൽ അവരെ ആശ്രയിക്കും, ഇവരെ ആശ്രയിക്കും, മാമന്റെ വീട്ടിൽ പോയി ആശ്രയിക്കും, ചിറ്റപ്പന്റെ വീട്ടിൽ പോയി ആശ്രയിക്കും, പഞ്ചായത്ത് മെമ്പറെ ആശ്രയിക്കും, MLA ആശ്രയിക്കും, വില്ലേജ് ഓഫീസിൽ പോയി ആശ്രയിക്കും. എല്ലാ ആശ്രയം ഇല്ലാതാക്കുമ്പോൾ സ്വന്തം ശരീരത്തിന്റെ ആശ്രയം ഇല്ലാതാക്കി സ്വന്തം കഴിവ് കൊണ്ട് പോലും ഉയരാൻ പറ്റാത്ത ഒരു ആരെ ആശ്രയിക്കും? ഭഗവാനെ പിടിക്കും. നീ എന്നെ പിടിച്ചാൽ മതി. ഭഗവാൻ ഇഷ്ടം വന്നാൽ പിന്നെ ഭഗവാനെ പിടിപ്പിക്കും നമ്മളെ കൊണ്ട്. ഇതാണ് കുചേലനെ കൊണ്ട് പിടി. കാരണം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണ്. അതുകൊണ്ട് നീ എന്നെ തന്നെ പിടിക്കണം കുചേല. കാരണം നിനക്ക് ഇച്ചിരി പട്ടിണിയൊന്നും ഇല്ലാതെ നല്ല ജീവിതം തന്നാൽ നീ എന്നെ പിടിക്കത്തില്ല. മനസ്സിലായില്ലേ? പ്രാരാബ്ദം പറയാത്ത പെണ്ണുമ്പിളെ തന്നാൽ നീ എന്നെ പിടിക്കത്തില്ല. അതുകൊണ്ട് നീ എന്നെ പിടിക്കണം. ഭഗവാന് പ്രിയം വരിക. നമുക്ക് ഭഗവാനോട് പ്രിയമുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷെ ഭഗവാന് പ്രിയം നമ്മളോട് വരുന്നത് അസ്വാഭാവികമാണ്, വളരെ ചുരുക്കമാണ്. അല്ലേ? മനസ്സിലായോ? ഇവിടെ കുചേലനോട് ഭഗവാനാ പ്രിയം. നമുക്കൊന്നുകൂടെ ഒരു പടി കൂടെ കയറുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഭഗവാൻ ഓടിയെത്ത് എല്ലാ കാമനകളെയും മാറ്റി. എന്താ രുക്മിണി, സത്യഭാമയെ മാറി നിൽക്കുന്നത്, എനിക്ക് വിളി വന്നത്, ഞാൻ പോവുകയാണ്. നിങ്ങളുടെ വിളിയും സാമീപ്യമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഭക്തന്റെ ഹൃദയമാണ്. ഓടിയെത്തി ഭാര്യ പുണരാൻ ചെല്ലുമ്പോൾ കുചേലൻ ഓടി ഓടി മാറാൻ തുടങ്ങി. തൻ്റെ മുഷിഞ്ഞ ഈ വസ്ത്രത്തിൽ അഴുക്കൊന്നും പറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, കുചേല, ഇതൊന്നും പുറമേ ഉള്ളതൊന്നും എനിക്ക് പ്രശ്നമല്ല. നിന്റെ അകം ശുദ്ധമായി. നീ എന്നെ ആശ്രയിച്ച നിമിഷം മുതൽ ആ നിമിഷം കുചേലൻ സുചേലനായി. ഭഗവാൻ വാരി പുണർന്ന് കൊണ്ടുവന്ന് വളരെ പ്രധാനമായ ഭഗവാൻ ഉപയോഗിക്കുന്ന കട്ടിലിൽ മെത്തമേലൊക്കെ ഇരുത്തി സർവ ഉപചാരങ്ങളും ചെയ്ത് കുചേലന്റെ പാദം കഴുകി. ആരുടെ പാദത്തിലാണോ ഈ ലോകം മുഴുവൻ നമിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആ ഭഗവാൻ കുചേലന്റെ പാദം കഴുകിയ ജലമെടുത്ത് ശിരസിൽ തെളിച്ചു. ആലോചിച്ച് നോക്കുക. ആ ജലമെടുത്ത് തൻ്റെ ശിരസിൽ തെളിച്ചു. തൻ്റെ ഭഗ്നിമാർക്ക് കൂടി ഘോഷം ചെയ്ത് കൊടുത്തു. ഇത്രയും കണ്ടപ്പോൾ രുക്മിണിക്ക് മനസ്സിലായി കുചേലന് കൊടുക്കേണ്ട സ്ഥാനം എന്താണെന്ന്. രുക്മിണി നേരെ വന്നിരുന്ന് വീശി കൊടുക്കാൻ തുടങ്ങി. എന്താ? താപമകറ്റാൻ. കുചേലനെ തപിക്കുന്ന ആളാണ്. ഭഗവാന് വേണ്ടി തപിക്കുക ചൂടാവുക. ഭഗവാന് വേണ്ടി തപസ്യ, തപസ്സിന്റെ പൂർണ്ണതയാണ്. ആ തപിക്കുന്ന കുചേലന്റെ താപമകറ്റാൻ വീശിക്കൊടുക്കുന്നു ആര്? സാക്ഷാൽ ലോകമാതാവായ രുക്മിണീ ദേവി. ആ ഭൗഭാഗ്യത്തിലേക്ക് എത്തി. കഴുത്തിന് മാലയിട്ടു, വസ്ത്രങ്ങൾ കൊടുത്തു, പുതിയ വസ്ത്രങ്ങൾ. കുചേലൻ ഈ വസ്ത്രം കിട്ടുമ്പോഴും വ്യത്യാസമില്ല. ആഭരണങ്ങൾ അണിയിച്ചു. രുക്മിണിയുടെയും സത്യഭാമയുടെയും സ്വന്തം ആഭരണം എല്ലാം ഇട്ട് കൊടുത്തു. ഒരു പ്രതിമയ്ക്കകത്ത് നമ്മൾ പുതിയ വസ്ത്രം വെച്ച് കെട്ടിയാലോ ആഭരണം ഇട്ടാലോ പ്രതിമയ്ക്ക് വല്ല ചലനമുണ്ടോ? ഇല്ല. അതുപോലെ കുചേലൻ ഇങ്ങനെ ഇരുന്നു, ഒന്നിലും മോഹിക്കുന്നില്ല കുചേലൻ. ഇതെല്ലാം ഇട്ട് കൊടുത്തെന്തിനാ? കുചേല, നീ എന്നെയാണോ വസ്തുക്കളെ മോഹിച്ചാണോ വന്നതെന്ന് പരീക്ഷിക്കുക. മനസ്സിലല്ലേ? കുചേലൻ ഇട്ടത് പറയുന്നില്ല, ഉടുപ്പിച്ചത് പറയുന്നില്ല, എല്ലാം പറഞ്ഞിരുന്നു. കുചേലനോട് ചോദിച്ചു, എന്താ കൊണ്ടുവന്ന ജ്യേഷ്ഠത്തെ തന്നു വിട്ടത്? കുചേലൻ മൂത്തതാണ് പ്രായത്തിനേക്കാൾ. അതുകൊണ്ട് ജ്യേഷ്ഠത്തെ എന്നിട്ട് കുചേലന് കൊടുക്കാൻ ഒരു അപകർഷത ഉള്ളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറുന്നില്ല. കാരണം ഇവിടെ ആപ്പിളും മുന്തിരിയും, മനസ്സിലല്ലേ, ഫ്രൈഡ് റൈസും ഒക്കെ ഇരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇതെടുത്ത് കൊടുക്കാനോ? ആകെ കിട്ടിയത് അവന് ഭിക്ഷ എടുത്ത സാധനം. അത് മാത്രമല്ല, ഇത് വെച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം പാചകപ്പുരയ്ക്കകത്താണ്. നല്ല കുതിർന്ന് പരുവമായി നല്ല ടേസ്റ്റുള്ള സാധനമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ദുർഗന്ധവും അഴുക്കും എല്ലാം ഉണ്ടെന്ന് എടുത്തു കൊടുത്താൽ ഇത് കണ്ടിട്ട് ഭഗവാനോ ഇല്ലെങ്കിൽ ഭഗവാന്റെ ഭഗ്നിമാരോ എങ്ങാനും അയ്യേ ഇതെങ്ങനെ മനുഷ്യൻ കഴിക്കുന്ന ചോദിച്ചാൽ ആരപമാനിതനാവൂ? കുചേലൻ അപമാനിതനാവും. കുചേലൻ കൊടുത്തില്ല. ഭഗവാന് മനസ്സിലായി. ഭഗവാൻ പറഞ്ഞു, കുചേല, ഭക്തിയുള്ളവൻ എന്ത് തന്നാലും അത് ദുർഗന്ധമുള്ളതാണോ സുഗന്ധമുള്ളതാണോ നല്ലതാണോ മോശമാണോ എന്ന് ഞാൻ നോക്കില്ല, ഞാനത് സ്വീകരിക്കും. ഭക്തിഹീനന്മാർ ഇനി എത്ര നല്ല വിഭവം തന്നാലും നോ ചാൻസ്, ഇങ്ങോട്ട് വേണ്ട. അത് പഠിപ്പുര വരെ മാത്രമേ ഇരിക്കുള്ളൂ, ഇങ്ങോട്ട് എടുക്കില്ല. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുക. മനസ്സിലായി? അഹങ്കാരത്തോടെ അല്ല ഭഗവാന് കൊടുക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ പലതും സമർപ്പിക്കുന്നതിൻ്റെ പുറത്ത് സമർപ്പണത്തിൻ്റെ താഴെ കാണും തങ്കപ്പം വക, ചെല്ലപ്പം വക, കല്യാണിക്കുട്ടി വക, കിണ്ടി കൊടുത്താൽ വരെ കാണും. അപ്പോഴും ഭഗവാന്റെ വകയായോ? മനസ്സിലല്ലേ? എന്നിട്ട് പറയുന്നത് സമർപ്പണമെന്നാണ്. അപ്പൊ ഇവിടെ പൂർണ്ണമായ ഭാവം. ഇതെല്ലാം കഴിഞ്ഞു. അവരൊക്കെ ഭഗവാൻ പിടിച്ചു മേടിച്ചു, ഒരു പിടി വാരി തിന്നു.
രണ്ടാമത്തെ പിടി വാരിയപ്പോൾ രുക്മിണി കയറി തടഞ്ഞു. എന്താ, കഴിക്കാൻ പാടാത്തോണ്ടാണോ? രുക്മിണി അവിടെ പറയുന്ന മറ്റൊരു ഭാവമാണ്. രുക്മിണി അവിടെ പറയുന്നത് എന്താ, ഒരു പിടി കൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ടതൊക്കെ എത്തിയിട്ടുണ്ട്. പ്രാരാബ്ദങ്ങളൊക്കെ നീങ്ങി. മനസ്സിലല്ലേ? പ്രാരാബ്ദത്തിന്റെ പരിണിത ഫലമായ ഒരു ഘടകം മാത്രമാണ് ഇത് ദാരിദ്ര്യം. അപ്പൊ പ്രാരാബ്ദം നീങ്ങാൻ ഏതും നീങ്ങും, ദാരിദ്ര്യം നീങ്ങും. അല്ല, ദാരിദ്ര്യം നീക്കിയതല്ല, പ്രാരാബ്ദത്തിന്റെ ഒരു ഘടകമാണ്, പുറമേയുള്ള പ്രകടനമാണ് ഇത് ദാരിദ്ര്യം. അപ്പൊ പ്രാരാബ്ദം എന്ന മുഖ്യമായ രോഗം മാറിയാൽ പുറമേയുള്ള ചുമ മാറും. ഇല്ലേ? പനി മാറിയ ചുമയും മാറും എന്ന് പറഞ്ഞിട്ട് മാറിക്കോളും. വിഷയം, പ്രശ്നം തീർന്നു. അപ്പൊ രുക്മിണി പറയുന്നത്, ഇനി ഒരു പിടി മാറിയാൽ ജീവൻ അവശേഷിക്കുന്നുണ്ട്. ഈ ജീവൻ ഭഗവാനിൽ ചേരും. മനസ്സിലല്ലേ? അതാണ് തടഞ്ഞത്. പ്രാരാബ്ദം നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടി എന്താ? ജീവൻ ലയിക്കലാണ്, ഭഗവാനിൽ ലയിക്കൂ. അങ്ങനെയാണെങ്കിൽ തിരിച്ചിട്ട് അവിടെ ചെല്ലാൻ പറ്റില്ലല്ലോ. പറ്റുമോ? നേരെ തടഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് രാത്രി അവിടെ കഴിഞ്ഞു. പണ്ട് പഠിച്ച വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് തിരികെ രാവിലെ ആയപ്പോൾ ഭഗവാന്റെ സ്വഭാവം മാറി. കൃഷ്ണന്റെ സ്വഭാവം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറും. രാവിലെ ആയപ്പോൾ കുചേലനെ വിളിച്ചു, കുചേല പോകുന്നില്ലേ? ഇവിടെ തന്നെ നിൽക്കാൻ പോവുകയാണോ? നമ്മളൊക്കെ വീട്ടിൽ അതിന് ബന്ധുക്കളോ നമ്മൾ വീട്ടിൽ രാവിലെ വെച്ചിട്ട് എന്നാ പോകുന്നത്? അത് 2-3 ദിവസം, നാളെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വൈകിട്ട് വരില്ല, അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ പോയി. എന്താ പറഞ്ഞു വിടണോ? എന്താ പോകുന്നില്ലേ? കുചേലന് മറുപടിയില്ല. പോകണമെന്ന് പറഞ്ഞാൽ പോകാൻ, പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. ഒന്നുമില്ല, എല്ലാം പറഞ്ഞിങ്ങനെ ലയിച്ച് നിൽക്കുക. ഭഗവാൻ പറഞ്ഞു കിട്ടും. ഇവിടെ ഭഗവാനാണ് ധൃതി കുചേലനെ പറഞ്ഞു വിടാൻ. എന്താ കാരണം? ഭഗവാൻ ഒരു ദൗർബല്യമുണ്ട്. സാധാരണഗതി നമ്മൾ പറയും ഈശ്വരന്മാർക്ക് ദൗർബല്യം. പക്ഷേ ഭാഗവതം പഠിക്കുമ്പോൾ, കൃഷ്ണ പഠിക്കുമ്പോൾ കൃഷ്ണനൊരു ദൗർബല്യമുണ്ട്. കൃഷ്ണന്റെ ദൗർബല്യം ഭക്തനാണ്. കുചേലൻ ഇനി കുറച്ച് സമയം കൂടി ഇവിടെ ഇരുന്നാൽ കുചേലനെ അയക്കാൻ പിന്നെ ഭഗവാന് പറ്റാതായി പോകും. മനസ്സിലായില്ലേ? കുചേലനെ പറഞ്ഞു വിടാൻ പറ്റാത്ത തരത്തിൽ ഭഗവാൻ കുചേലനിലേക്ക് ചിലപ്പോൾ ലയിച്ചെന്ന് വരും. സാധാരണ ഭക്തൻ ഭഗവാനിലേക്കാണ് ലയിക്കുന്നത്. ഇവിടെ നേരെ വിപരീതമായി പോകും. കാരണം എന്താ? ഭക്തി അത്ര കണ്ടാരെ നിൽക്കുന്നു കുചേലനെ. കുചേലൻ ഒന്നിനും ഭ്രമിക്കില്ല. അങ്ങനെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ താൻ കരഞ്ഞു. ഇത്രയും നാള് കരയാത്ത ഒരേ ഒരു ഭാവത്തിൽ വന്നൊരു അവതാരം. രാമാവതാരമൊക്കെ കരഞ്ഞിട്ടുണ്ട്. സീത പോയി, അത് കരയാത്ത ആളാണ് കൃഷ്ണൻ. താൻ തന്നെ കരഞ്ഞു പോകുമോ എന്നൊരു. അതിനാണ് ചിലർ പറയും, ചില ആചാര്യന്മാർ പറയും, ആകെ കൃഷ്ണൻ ഒരിക്കലേ കരഞ്ഞിട്ടുള്ളത് കുചേലനെ അവിടെ കാണുമ്പോഴാണ്. പക്ഷെ അത് അവിടെ കരയുന്നില്ല. കരയേണ്ട ഭാവത്തെ ഒഴിവാക്കണം. മനസ്സിലായില്ലേ? തൻ്റെ പുഞ്ചിരി മായാതിരിക്കാൻ ആക്കാൻ പറഞ്ഞു. അപ്പൊ കുചേലൻ ശരി, രാവിലത്തെ കർമ്മമൊക്കെ കഴിഞ്ഞു വന്നു. കുചേലന് കൊടുത്തിരുന്ന ആഭരണം മുഴുവൻ ഊരി മേടിച്ചു. ആലോചിച്ചൊക്കെ എന്ത് ദ്രോഹം. എന്താ കാരണം? ആ സമയത്തെങ്കിലും കുചേലൻ ഭഗവാനെ ആ മാല ഇഞ്ഞതാ എന്ന് പറഞ്ഞാൽ കുചേലന് മോഹമുണ്ട്. മനസ്സിലായില്ലേ? കുചേലൻ നിർമോഹത്തിലെത്തി. കൊടുക്കാൻ കൊടുത്തത് സർവ്വം അഴിച്ചു. ഇങ്ങോട്ട് കൊടുത്തോണ്ട് വന്നാൽ എലി കരണ്ടിയ കോണവും വരെ തിരിച്ചു കൊടുത്തു. എടുത്തോട്ട് പോയിക്കോളാൻ പറഞ്ഞു. എല്ലാം മേടിച്ചു, പറഞ്ഞു വിട്ടു. കുചേലൻ തിരിച്ചു പോവാം. എവിടേക്ക്? വീട്ടിലേക്ക്. പോകുന്ന സമയത്ത് ചിന്തിക്കുന്നുണ്ട്, അർത്ഥത്തിനായി വന്നു, അർത്ഥത്തിനൊന്നും ചോദിച്ചില്ല, തന്നില്ല. പരമാർത്ഥമായി ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയല്ലോ. ആനന്ദത്തോടെ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു, കണ്ടില്ലേ ഇത്രയും സമ്പത്ത്, സ്വർണ്ണക്കട്ടില്, അത് ഇത് കസേര, അത് ഇത് കണ്ടോ, ഇതെല്ലാം ഭാര്യ കാണിച്ചു. കുചേലൻ ഇതെല്ലാം നോക്കിയിട്ട് ഭാര്യയോട് പറഞ്ഞൊരു വാക്ക് ഭാഗവത്തിൽ ചുരുക്കി വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ആ ചുരുക്കത്തെ പിടിച്ചൊന്ന് വലുതാക്കിയാൽ നമുക്ക് കിട്ടേണ്ടത് അതാണ്. ഇക്കളി മാധവ മായ എന്ന് ഓർത്ത് ഭഗവാനെ, ഇതും നിന്റെ ഒരു പരീക്ഷണമാണ്. നീ അടുത്തിരുന്നപ്പോൾ ഞാൻ സമ്പത്തിനെ മോഹിച്ചില്ല എന്ന് നിനക്ക് മനസ്സിലായി. അപ്പൊ നീ അടുത്തില്ലാത്തപ്പോൾ ഞാൻ ഈ സമ്പത്തിനെ മോഹിക്കുമോ എന്നറിയാൻ നീ സമ്പത്ത് കൊടുത്തുകൊണ്ടതിൻ്റെ ഈ പരീക്ഷണമല്ലോ. വേല കയ്യിലിരിക്കട്ടെ വേലായുധ, എനിക്കിത് വേണ്ട. കുചേലൻ ആ സമ്പത്തിന്റെ അളവ് എടുത്തിട്ടില്ല, തിട്ടപ്പെടുത്താനും പോയിട്ടില്ല, അതിലേക്ക് ശ്രദ്ധയും കൊടുത്തിട്ടില്ല. ഭഗവാന്റെ സ്മരിച്ച ആനന്ദത്തിൽ തന്നെ പിന്നീടുള്ള സമയം ജീവിച്ചു. കുചേല ഭക്തി ഇതെല്ലാം കഴിഞ്ഞ് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു ടെൻഷനും ഇല്ലേ? കുചേലൻ ചോദിച്ചു, ഇല്ലാത്തപ്പോഴും നിനക്ക് ടെൻഷൻ, വന്നപ്പോഴും നിനക്ക് ടെൻഷൻ. ഇതാണ് കേവല ജീവിതത്തിന്റെ പ്രശ്നം. മനസ്സിലായി? പണം ഇല്ലാത്തപ്പോൾ അതിന്റെ ടെൻഷൻ, പണം വന്നാൽ അത് സൂക്ഷിക്കാനുള്ള, അത് വർദ്ധിപ്പിക്കാനുള്ള ടെൻഷൻ, ഇതെല്ലാം ഇതിന്റെ പുറകിൽ വരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഭഗവാൻ മാത്രം ഉള്ളി മതി. കുചേല ഭക്തിക്കും കാര്യം ബോധ്യപ്പെട്ടു. അവർ രണ്ടുപേരും കൂടി കിട്ടിയതൊക്കെ മറ്റുള്ളവർക്കൊക്കെ ദാനം ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഒന്നുമില്ലാതിരുന്ന കുചേലൻ ഇപ്പൊ ഭഗവാൻ എന്ന ആനന്ദമുള്ളിൽ വന്നപ്പോ ഇനിയൊന്നും വേണ്ട എന്ന് തിരിച്ചറിഞ്ഞ കുചേലൻ. മനസ്സിലായില്ലേ? ആ കുചേലൻ നാമം ജപിച്ച തന്റെ ജീവിതം ഭഗവാനിൽ ലയിപ്പിച്ചു. ഇതാണ് കുചേല സത്കൃതി. ഭഗവാനെ നേടിയതാണ്